കേരളത്തിൽ വലിയ വിവാദമുണ്ടായ ഒരു വിഷയമാണ് മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം. SDPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാം. SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിച്ചവരാണ് UDF. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന പല പഞ്ചായത്തുകളിലും UDFനോ LDFനോ പൂർണ്ണമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. അങ്ങനെ ഭൂരിപക്ഷം ലഭിക്കാത്ത പല പഞ്ചായത്തുകളിലും SDPIയുടെ സാന്നിധ്യം നിർണായകമായി. അങ്ങനെ നിർണായകമായ പല പഞ്ചായത്തുകളിലും SDPIയുടെ ജനപ്രതിനിധികൾ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്തു. പക്ഷെ അവർ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായി നിമിഷ നേരങ്ങൾക്കകം രാജിവെക്കുവാനാണ് KPCC നേതൃത്വം പറഞ്ഞത്. അതിന് വിശദീകരണമായി VD സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് SDPI തീവ്രവർഗീയ ശക്തിയാണ്, അതുകൊണ്ട് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ അവരുടെ വോട്ട് കിട്ടി ഞങ്ങൾക്ക് അധികാരം വേണ്ട, ഞങ്ങൾ രാജിവെക്കും എന്നുള്ളതാണ്. അതേ നിലപാടാണ് തുടരുന്നതെങ്കിൽ മഞ്ചേശ്വരത്ത് UDFന്റെ സ്ഥാനാർത്ഥി SDPIയുടെ വോട്ട് നേടി വിജയിച്ചു വന്നാൽ ഓൺ സ്പോട്ടില് VD സതീശൻ അടക്കമുള്ള KPCC അടക്കമുള്ള നേതൃത്വം അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടും എന്നാണ് SDPകാരും കരുതിയിട്ടുണ്ടാവുക. അങ്ങനെയാണ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം വന്നിട്ടുള്ളത് എന്ന് വേണം ഒരർത്ഥത്തിൽ നമ്മൾ കരുതാൻ. രണ്ടാമത്തേത് SDPI എന്നുള്ളത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് UDFന്റെ അടുക്കളയിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അത് കോൺഗ്രസിന്റെ B ടീമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. സ്വതന്ത്രാസ്തിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഈ രാജ്യത്ത് ഉയർത്തുന്ന അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ ഭാഗമായി ഈ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും മത്സരിക്കാൻ അവർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമോ യുക്തിയോ പലർക്കും ഇല്ലാതെ പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൽ നടന്നിട്ടുള്ള മീഡിയ ചർച്ചകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിം അവസ്ഥകൾ പോലെ, ദളിത് അവസ്ഥകൾ പോലെ, പട്ടികജാതി പട്ടികവർഗ അവസ്ഥകൾ പോലെ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളും മാറണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ BJP ആണ് ഭരിക്കുന്നത്. മുസ്ലിങ്ങളെയും ദളിതുകളെയും ആദിവാസികളെയും ക്രൂരമായി ആക്രമിക്കാറുണ്ട്, അവരുടെ ആരാധനാലയങ്ങൾ പൊളിക്കാറുണ്ട്, അവരുടെ ഭവനങ്ങൾ ഇടിച്ചു നിരത്താറുണ്ട്, അവരെ തെരുവിലേക്ക് വലിച്ചിറക്കാറുണ്ട്. അതെത്ര സുഖമാണ്, എത്ര മനോഹരമാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ പറയണം എന്നുള്ളതാണ് ഈ ആളുകളുടെയൊക്കെ പോളിസി. അതുകൊണ്ട് UDFന് എത്ര പ്രാവശ്യം SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾ UDFനെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് UDFന്റെ ഈ കങ്കാണിമാരായ ആളുകൾ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SDPI മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പോളിസി എന്നുള്ളത് തന്നെ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നാണ്. പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നും അടിമത്തവൽക്കരിക്കപ്പെട്ട് ഓരവൽക്കരിക്കപ്പെട്ട് യാതൊരു അവകാശങ്ങളും ചോദിക്കാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാടിനപ്പുറം നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ചോദിക്കാൻ കഴിയുന്ന തരങ്ങളിലേക്ക് പാർശ്വവൽകൃത സമൂഹങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ മുസ്ലിങ്ങളും ദളിതുകളും ആദിവാസികളും മറ്റ് എല്ലാ ജനവിഭാഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ SDPI മുന്നോട്ട് വെക്കുന്ന അവരുടെ രാഷ്ട്രീയ പോളിസി നമ്മൾ പഠിച്ചു നോക്കിയാൽ, അവരുടെ പോസിറ്റീവ് പൊളിറ്റിക്സ് നമ്മൾ പഠിച്ചു നോക്കിയാൽ BJP വിജയിക്കുന്നിടത്ത് ഒരിക്കലും മത്സരിക്കാൻ പാടില്ല എന്ന നിലപാടല്ല അവർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ കേരളത്തിന്റെ തന്നെ എടുക്കുക, മഞ്ചേശ്വരം, അതുപോലെ തന്നെ നേമം, പാലക്കാട്, ഈ ഇടങ്ങളിലൊക്കെ BJPക്ക് ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട, നേമത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇടം കൂടിയാണ്. അത്തരം ഇടങ്ങളിലെല്ലാം SDPI ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പോളിസി എന്ന് പറയുന്നത് അവർ 2ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന ആളുകളെ, അഥവാ BJPയുടെ മുൻതൂക്കത്തെ തകർത്തുകൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ പരമാവധി ശക്തിപ്പെടുത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോളിസിയാണ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരത്തും പാലക്കാടും അതുപോലെ തന്നെ നേമത്തും സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടി ഇടപെട്ടപ്പോഴും അങ്ങനെയാണ് അവരുടെ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന, ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ നേമത്തേതെടുത്ത് പരിശോധിച്ചാൽ K മുരളീധരനാണ് അവിടെ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. K മുരളീധരൻ വിജയിക്കുമെന്നുള്ള വലിയ പ്രചണ്ഡമായ പ്രചരണവും അതുപോലെ തന്നെ വലിയ ശക്തമായ ഇടപെടലുകളും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. ആ സന്ദർഭത്തിൽ മുസ്ലിം സംഘടനകളെല്ലാം തന്നെ മുരളീധരനെ വിജയിപ്പിച്ച് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്തു നിൽക്കുന്ന അവസരത്തിൽ SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമയോചിതമായ ഇടപെടലാണ്, ഡാറ്റ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പഠനാർഹമായ ഇടപെടലുകളിലൂടെയാണ് പണിപ്പെട്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പിച്ചത് എന്നുള്ളത് കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വെളിപ്പാടകലെ മുന്നിൽ നിന്നുകൊണ്ട് SDPI കേരളത്തോട് പറഞ്ഞത്, രാഷ്ട്രീയ നേതാക്കളോട് പറഞ്ഞത്, BJP വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ സർവസമ്മതരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരിഗണിക്കുകയോ അല്ല എങ്കിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പോളിസികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മുന്നണികൾ സ്വീകരിക്കുകയോ വേണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: നേമത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വിജയിച്ചു വരാൻ ഏറെ സാധ്യതയുള്ളത്. അതുകൊണ്ട് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി നിർത്താതെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുക. കാസർഗോഡ് UDFന്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചു വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക. പാലക്കാട് ഇപ്പോഴും മുൻതൂക്കം UDFനാണ്. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താതെ നിൽക്കുക. ഇനി ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നായി, അതുകൊണ്ടത് പ്രശ്നമാണ് എങ്കിൽ സർവസമ്മതരായ സ്വതന്ത്രരെ നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ള ഒരു പോളിസിയാണ് SDPI മുന്നോട്ട് വെച്ചത്. ആ പോളിസി കേരളത്തിലെ രാഷ്ട്രീയ കങ്കാണിമാരായ ആളുകൾ ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ കങ്കാണിത്വം ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് മാറ്റിവെച്ചു. പകരം UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രണ്ടുപേരും പരസ്പരമായ പോരാട്ടത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ എന്നും എക്കാലവും ഇങ്ങനെ വിഡ്ഢിയാക്കിക്കൊണ്ട് ഫാഷിസ്റ്റുകൾ അധികാരത്തിലേക്ക് കടന്നുവരും എന്നുള്ള സാഹചര്യങ്ങളെ തടയാൻ UDFോ LDFോ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും കാലങ്ങളോളം പണയം വെച്ചിട്ട് മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള പോസിറ്റീവ് ചിന്തയിൽ നിന്നാണ് അവരുടെ മഞ്ചേശ്വരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചു. ഏതാനും മണിക്കൂറുകൾക്കകമാണ് കോൺഗ്രസിന്റെ നേതൃത്വം അത് നിഷേധിച്ച് രംഗത്ത് വന്നത്. അവരുടെ പിന്തുണ ആവശ്യമില്ല എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നത്. എന്നിട്ടും SDPIക്കാർ വോട്ട് ചെയ്തതുകൊണ്ടാണ് കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും 800 മുതൽ 10,000 വരെ വോട്ടുകൾക്ക് താഴെ UDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോയത് എന്നുള്ളത് കേരളം ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മഞ്ചേശ്വരത്ത് UDFന്റെ സ്ഥാനാർത്ഥിക്ക് SDPI വോട്ട് ചെയ്താൽ മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ചു വരുന്ന UDFന്റെ പ്രതിനിധി നാളെ രാജിവെച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ SDPക്കാർ വോട്ട് ചെയ്തുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നുള്ള ചർച്ചയായിരിക്കും കേരളത്തിന് ഇനി ഉണ്ടാവുക. UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് SDPക്കാർ വോട്ട് ചെയ്താൽ അവർ രാജിവെക്കില്ല എന്നുള്ളത് ആർക്കറിയാം? രാജിവെക്കാൻ ആവശ്യപ്പെടില്ല എന്നുള്ളത് ആര് കാണുന്നു? ഇത് അല്ല എന്ന് പറയാൻ SDPക്കാർ വോട്ട് ചെയ്താൽ ഞങ്ങൾ രാജിവെക്കില്ല എന്ന് പറയാനുള്ള KPCCയുടെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ് ഒരുപക്ഷെ അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KPCCയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളോ ഈ തെരഞ്ഞെടുപ്പിൽ ഫാഷിസ്റ്റുകളെ പരാജയപ്പെടുത്താനെങ്കിലും മഞ്ചേശ്വരത്തും പാലക്കാടും തിരുവനന്തപുരം നേമത്തുമൊക്കെ SDPയുടെ പിന്തുണ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോകുന്ന? SDPക്കാരുടെ വോട്ട് നമുക്ക് ആവശ്യമാണ്, പക്ഷേ അവരുടെ രാഷ്ട്രീയ പിന്തുണ നമുക്ക് ആവശ്യമില്ല. SDPക്കാർ നമുക്ക് വോട്ട് ചെയ്തോട്ടെ, ഞങ്ങൾ അധികാരത്തിലെത്തിക്കോളാം, നിങ്ങൾക്ക് അതിൽ നിന്നൊരു പങ്കും തരില്ല എന്നൊക്കെ പറയുന്ന ആ കപടതയോടാണ് എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള നേതൃത്വം സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും പഠിക്കുവാനും മുന്നോട്ട് വന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. SDPI മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ UDFന് ഒരു സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് അവർ ഉറപ്പാക്കിയത് കൊണ്ടാണ് UDFന്റെ ഏജന്റുമാരെല്ലാം ഇത്രയധികം കോലാഹലങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് കൂടിയാണ്. ഏതായാലും SDPയുടെ നേതൃത്വം ഇടപെട്ട് മഞ്ചേശ്വരത്ത് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരിക്കുന്നു. ഇനി അവരുടെ പിന്തുണ ആർക്ക് എന്നുള്ളതിലാണ് വലിയ ചർച്ച. പക്ഷേ കോൺഗ്രസ്, UDF അവരുടെ നേതൃത്വം SDPയുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഏപ്രിൽ 9 മുമ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.